ഞാൻ ഈ അടുത്ത് നമ്മുടെ തൃശ്ശൂരിൽ അക്കരാസ് അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ് ഈ ഒരു ഇന്റേണൽ ഫിൽറ്റർ. ഇത് ഹെയിലിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. HLBT 400 എന്ന് പറഞ്ഞ മോഡലാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇതുപോലൊരു സ്പ്രേ ബാർ വരുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 7 വാട്ടിൻ്റെ ഒരു സബ്മേഴ്സിബിൾ പമ്പാണ്. അതിനോട് അറ്റാച്ച് ചെയ്ത് ഫിൽട്രേഷൻ്റെ കമ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട്. ഈ കാണുന്ന ഫിൽട്രേഷൻ്റെ കമ്പാർട്ട്മെൻറ്റ് സാധാരണ സ്പോഞ്ചാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ഒരു സ്പോഞ്ച് കൂടാതെ കെമിക്കൽ ഫിൽട്രേഷന് വേണ്ട കുറച്ച് സംഭവങ്ങളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഫിൽട്രേഷൻ, ബയോളജിക്കൽ ഫിൽട്രേഷൻ, പിന്നെ കെമിക്കൽ ഫിൽട്രേഷൻ ഇതുകൊണ്ട് നടക്കും. ഇത് ചെറിയൊരു ഫിൽട്രേഷൻ പമ്പാണ്. ചെറിയ അക്വേറിയങ്ങൾക്കാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. കപ്പാസിറ്റി പറയുന്നത് ഏകദേശം 50 മുതൽ 100 ലിറ്റർ കപ്പാസിറ്റിയുള്ള അക്വേറിയങ്ങളിലാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഫ്ലോ റേറ്റ് വരുന്നത് 380 മുതൽ 400 ലിറ്റർ പെർ അവർ ആണ്. മറ്റ് ഫിൽട്രേഷൻ പമ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫിൽട്ടർ ചെയ്ത വെള്ളത്തിലേക്ക്, അതായത് അടിഭാഗത്ത് കൂടെയാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ എയറേഷന് വേണ്ടിയിട്ടുള്ള ട്യൂബ് കണക്ട് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്ത വെള്ളവും ബബിൾസും കൂടി, എയർ ബബിൾസും കൂടി ഒരുമിച്ചാണ് പുറത്തേക്ക് തള്ളുന്നത്. ആ ഒരു സിസ്റ്റം ഇതിനകത്തും ഓപ്ഷണൽ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പ്രേ ബാർ മാറ്റി കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പ്രേ ബാർ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫൗണ്ടൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതേസമയം തന്നെ എയറേഷനും വെള്ളത്തിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെ സർഫസ് എജിറ്റേഷൻ വരുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഫൗണ്ടൻ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആക്സസറി നമ്മൾ മറ്റ് പമ്പുകളിൽ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്പ്രേ ബാർ മാറ്റിയിട്ട് നമുക്ക് മറ്റ് പമ്പുകളിലുള്ള പോലെ തന്നെ സെറ്റ് ചെയ്യാനായിട്ടുള്ള എയർ ട്യൂബും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റ് ആക്സസറീസ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയൊന്നുമില്ല. കാരണം ഞാനിത് വാങ്ങാൻ വേണ്ടി പോയതല്ല. ഈ ഒരു പമ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞതാണ്. സോബോ ബ്രാൻഡുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 650 രൂപയാണ്. ഇതിൻ്റെ തന്നെ ഒരു ചെറിയ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 450 രൂപയാണ് പ്രൈസ് വരുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ലൊരു കിടിലൻ മോഡലായിട്ട് എനിക്ക് തോന്നി. നല്ല സ്റ്റൈലിഷ് ആണ് ലുക്കും കാര്യങ്ങളൊക്കെ. ഫിൽട്രേഷൻ മെത്തേഡുകളാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ബാർ ആണെങ്കിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ചെറിയ മീനുകളൊക്കെ ഇടുന്ന ചെറിയ അക്വേറിയങ്ങളിലാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഫ്യൂച്ചറിൽ ഒരെണ്ണം വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പമ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി യൂസ് ചെയ്യാം. അക്വേറിയം ഷോപ്പുകളിൽ ഓൺലൈനിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ തൃശ്ശൂരുള്ളവരാണെന്നുണ്ടെങ്കിൽ അക്കരാസ് അക്വേറിയം ഷോപ്പിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്.